ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്നേ ദിനം നിങ്ങൾ കൃപയുടെ ഒരു ദിനമായി ആചരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം വർഷിക്കപ്പെട്ട ഒരു ദിനമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എഫേസൂസ് ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം. ദൈവം നമ്മെ സ്വന്തം സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിച്ചപ്പോൾ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യം തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. ഇതെങ്ങനെ സാധിക്കും? വ്യക്തിപരമായി ദൈവസ്വരം ശ്രവിക്കാൻ നാം സമയം കണ്ടെത്തുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഒരു സമയമുണ്ടോ? കൗദാശിക ജീവിതം നാം നയിക്കുന്നുണ്ടോ? അനേകർക്ക് നന്മ ചെയ്യുവാൻ സ്വാർത്ഥത ഉപേക്ഷിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വ്യക്തമായ ഓരോ ടൈം ടേബിൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. എപ്പോൾ ഉണരണം, എപ്പോൾ പ്രാർത്ഥിക്കണം, എപ്പോൾ വചനം വായിക്കണം, എപ്പോൾ ദിവ്യബലിയിൽ പങ്കെടുക്കണം, എപ്പോൾ അപരന് വേണ്ടി നമ്മുടെ സമയം ചെലവിടണം. ഇങ്ങനെ കൃത്യനിഷ്ഠയോടെ മുന്നേറുന്നതായാൽ ദൈവം നമ്മോടൊപ്പം സഞ്ചരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല ദൈവം എപ്പോഴും നമ്മോടൊത്ത് ചരിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ തിന്മയിൽ നിന്ന് പിന്മാറാൻ നമുക്ക് കഴിയും. ഭയം നമ്മളെ വിട്ടുപോകും. ധീരതയോടെ നമുക്ക് മുന്നേറാം. ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ആ കരം നമ്മുടെ ശിരസിൽ പതിയുന്നുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. ആമേൻ.